ഉത്തര വധക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അച്ഛന് ഗുരുതരമായ രോഗമുണ്ടെന്നും അങ്ങനെ കള്ളത്തരം എഴുതി ചേർത്ത പൂജപ്പുര സെൻട്രൽ ജയിലിൽ അതേ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. യഥാർത്ഥത്തിൽ ജയിൽ അധികൃതർക്ക് കാര്യം മനസ്സിലായി. ഈ സംഭവത്തിൽ പൂജപ്പുര പോലീസ് ഇപ്പോൾ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ചലിൽ ഭാര്യ ഉത്തരയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ പ്രതി സൂരജ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കുപ്രസിദ്ധമായ കൊലപാതകം നടത്തിയ ഈ സൂരജ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എക്സൈൻ. എന്തായാലും ജയിലിലായി, അതായത് 17 വർഷം തടവും ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചാണ് ജയിലിൽ ഇപ്പോൾ സൂരജ് കഴിയുന്നത്. എന്നിട്ടും പഠിച്ചില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തരമായി പരോൾ ആവശ്യപ്പെട്ട് ജയിൽ അധികൃതരെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അതിൽ തന്നെ ജയിൽ അധികൃതർക്ക് ഒരു സംശയം തോന്നി. ഈ സാഹചര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ ജയിൽ അധികൃതർ ബന്ധപ്പെട്ടു. എന്നിട്ട് ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. ഈ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് തന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണിത്, പക്ഷേ താൻ ഗുരുതര രോഗമുണ്ട് എന്ന് ഇതിൽ എഴുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യാജമായി തയ്യാറാക്കിയതാണ്. ഈ ഗുരുതര രോഗമുണ്ട് എന്നുള്ള പരാമർശം അതിൽ വ്യാജമായി തയ്യാറാക്കി എഴുതി ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഡോക്ടർ തന്നെ അനുമതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസിൽ ജയിൽ അധികൃതർ പരാതി നൽകി. ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇനി തുടർ നടപടി സ്വീകരിക്കും. സൂരജിന്റെ അമ്മയാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജയിലിൽ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ സൂരജിന്റെ അമ്മയടക്കം ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു ക്രമക്കേട്, സർക്കാർ സംവിധാനത്തെ കബളിപ്പിച്ച് പരോൾ നേടാനുള്ള ശ്രമം, അതും വ്യാജരേഖ തയ്യാറാക്കി. സ്വാഭാവികമായി പുതിയ കേസ് വരും. ആ കേസിൽ ഇനി സൂരജ് വിചാരണ അടക്കം നേരിടേണ്ടി വരും. ഇത്തരത്തിൽ 17 വർഷം തടവിന് പുറമെ ഇരട്ട ജീവപര്യന്തവും ശിക്ഷാവിധിയേറ്റ് ജയിലിൽ കിടക്കുന്ന സൂരജ് തുടർന്നും ഈ സമാനമായി കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുതിയ വിവരത്തിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ജയിൽ അധികൃതരുടെ കൃത്യമായ ഇടപെടൽ, അവരുടെ സംശയത്തെ തുടർന്ന് അവർ നടത്തിയ കൃത്യമായ ഇടപെടലാണ് ഈ ഒരു കള്ളി വെളിച്ചത്താവാൻ കാരണമായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരം നൽകിയത്. അഞ്ചലിൽ ഉത്തര ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ സൂരജ്. ഇയാളാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിൽ ശിക്ഷ കിടക്കുന്നത്. ഇയാളാണ് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യത്തിന് ശ്രമിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റമാണ് ഇയാൾ ചെയ്തതും. കാരണം സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പാമ്പ് കൊലപാതകമായിരുന്നു അഞ്ചലിൽ നടന്നത്. അന്ന് കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു അത്.